നിരോധിത ഗുളികകളുമായി കവർച്ചാ സംഘം പോലീസിന്റെ പിടിയിലായി. ബൈക്കുകളിൽ കടത്താൻ ശ്രമിച്ച നിരോധിത ഗുളികകൾക്കൊപ്പം ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. മാല പൊട്ടിക്കൽ, മോഷണം, വധശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവർ. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് നിരോധിത ഗുളികകളും വടിവാളുകളുമായി പിടിയിലായത്. 3 ബൈക്കുകളിലായി ഗുളികകൾ കടത്തിക്കൊണ്ടുവന്ന സംഘത്തെ അതിസാഹസികമായാണ് നെടുമങ്ങാട് പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായ ഉണ്ണി എന്ന പേട്ട സ്വദേശി അഖിൽ സുഹൃത്തിനെ ബാറിലേക്ക് മദ്യപിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി. തുടർന്ന് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി യുവാവിന്റെ കയ്യിൽ നിന്ന് 15,000 രൂപയുമായി പ്രതികൾ കടന്നു. യുവാവിന്റെ പരാതിയിൽ ഉണ്ണിയെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ബൈക്കുകളിലെ വടിവാളുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ പരിശോധനയിലാണ് നിരോധിത ഗുളികകൾ സംഘത്തിൽ നിന്നും പിടികൂടിയത്. ഉണ്ണി എന്ന അഖിൽ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവാണ്. നിരവധി വാഹന മോഷണ കേസുകളിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി വീണ്ടും മോഷണം നടത്തുകയാണ് പതിവ്. പ്രതികളെ ഇന്ന് ഉച്ചയോടുകൂടി പനവൂര് പാണയം ഭാഗത്ത് വെച്ച് കാണപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഉണ്ണി എന്ന് പറയുന്ന അഖിലിൻ്റെ കൈവശത്തിരുന്ന നൈട്രോസെപ്പാം, നിരോധിത മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, കഞ്ചാവ് മുതലായവ പിടികൂടിയിട്ടുണ്ട്. അതിലേക്ക് വേറെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഉണ്ണിയും മറ്റ് 4 പേരും നെടുമങ്ങാട് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പാലോട് തെന്നൂർ സ്വദേശി സൂരജ്, വട്ടപ്പാറ സ്വദേശി മിഥുൻ, കോട്ടയം സ്വദേശി വിമൽ, കഴക്കൂട്ടം സ്വദേശി അനന്തൻ എന്നിവരാണ് പിടിയിലായത്. വഞ്ചിയൂർ, കടയ്ക്കൽ, പത്തനംതിട്ട, ചാലക്കുടി, ആറ്റിങ്ങൽ, കിളിമാനൂർ തുടങ്ങി നിരവധി സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെ വാഹനമോഷണം, ലഹരിക്കടത്ത്, മാല പൊട്ടിക്കൽ, വധശ്രമം തുടങ്ങി ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട്. ലഹരിക്കച്ചവടം, കവർച്ച, ഭീഷണിപ്പെടുത്തൽ, ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. നെടുമങ്ങാട് SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.